ആണവ നിരായുധീകരണത്തിനായി ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടങ്ങിയത് ഒരു തന്ത്രമായിരുന്നു. സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്ന് ഇറാൻ കരുതി. ഒന്നുകിൽ ചർച്ചയിലൂടെ ഇറാനെ ആണവ പദ്ധതികളിൽ നിന്നും മിസൈൽ വികസനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇസ്രായേലും യുഎസും തയ്യാറാക്കിയ പദ്ധതി. ഒരു വശത്ത് ജനീവയിൽ വെച്ച് ചർച്ചകൾ നടത്തുമ്പോഴും സൈനിക നീക്കത്തിനായുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി തുടർന്നുകൊണ്ടിരുന്നു. ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഇസ്രായേലിനും യുഎസിനും നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനാലാണ് ഇറാൻ അംഗീകരിക്കാനാകാത്ത നിബന്ധനകൾ യുഎസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഖമനേയി ഭയന്ന ഒളിസങ്കേതത്തിലേക്ക് മാറാതിരിക്കാൻ നയതന്ത്ര ചർച്ചകൾ സജീവമാണെന്ന് ഇറാനെ വിശ്വസിപ്പിക്കുകയായിരുന്നു അമേരിക്കയുടെ തന്ത്രം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നായിരുന്നു ഇറാൻ കരുതിയിരുന്നത്. അതിനാൽ ചർച്ചകൾ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ് ഇറാൻ ശ്രമിച്ചത്. പ്രധാനമായും 3 മേഖലകളിലാണ് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഇന്ധനം നൽകാമെന്ന് അമേരിക്ക പറഞ്ഞെങ്കിലും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറായില്ല. മിസൈൽ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇറാൻ വിസമ്മതിച്ചു. പശ്ചിമേഷ്യയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കാനും ഇറാൻ തയ്യാറായില്ല. ഇതെല്ലാം ഇറാന്റെ ഉറച്ച നിലപാടുകളായിരുന്നു. ഖമനേയി തന്റെ ഉന്നത സഹായികളുമായി യോഗം ചേരുന്ന സമയം നോക്കിയാണ് ആക്രമണത്തിന് തീയതി നിശ്ചയിച്ചത്. ഒറ്റയടിക്ക് ഇറാനിലെ പ്രധാന നേതാക്കളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. ശനിയാഴ്ച രാവിലെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവരുമായി ഖമനേയി നടത്തുമെന്ന വിവരം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ചോർന്നു കിട്ടിയതോടെ ആക്രമണം രാവിലെ നടത്താൻ തീരുമാനമായി. തുടർന്ന് പ്രാദേശിക സമയം രാവിലെ 10:30 ആക്രമണം നടത്താൻ നിശ്ചയിച്ചു. ഖമനേയി രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കാനായി അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും പരിസരവും ഒന്നടങ്കമാണ് ബോംബിട്ട് തകർത്തത്.